ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ലാസ്റ്റ് വീക്ക് എയർപോർട്ടിൽ പോയപ്പോൾ കണ്ടൊരു സീനാണ്. നമ്മൾ പോയ ഫ്ലൈറ്റിൻ്റെ മുൻപിലും പുറകിലും 5 ഫ്ലൈറ്റുകൾ ക്യൂ ആണ് ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ ദുബായ് എയർപോർട്ട് ഫുൾ കപ്പാസിറ്റിയിലാണ് റൺ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോകുമ്പോൾ ബസ്സുകൾ ക്യൂ നിൽക്കുന്ന പോലെയാണ് ഫ്ലൈറ്റുകൾ എയർപോർട്ടിൽ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അൽ മക്തൂം എയർപോർട്ടിൻ്റെ ഒരു ആവശ്യകതയാണ് അതിൽ കാണുന്നത്. നമ്മൾ അൽ മക്തൂം എയർപോർട്ട് ഓൾറെഡി ഉണ്ട്, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടാക്കി മാറ്റുക. അതിപ്പം ലാസ്റ്റ് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 85 മില്യൺ ആൾക്കാരാണ് ദുബായിലേക്ക് ട്രാവൽ ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് കഴിയുമ്പോൾ എയർപോർട്ടിൻ്റെ കപ്പാസിറ്റിയിലേക്കാട്ടും കൂടുതലാവും പാസഞ്ചേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് അൽ മക്തൂം എയർപോർട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇത്രയും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് എന്ന് പറയുന്ന ഏരിയ ഭയങ്കരമായിട്ട് ബൂമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 10 ലക്ഷം ആളുകൾ ദുബായ് സൗത്തിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ദുബായ് ഡൗൺ ടൗൺ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 വർഷം മുമ്പ് ഒരു മരുഭൂമിയായിരുന്നു. ആ സമയത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തൊക്കെയാണ് പൈസ. ഇപ്പോൾ ഡൗൺ ടൗൺ ഫുള്ളി ഡെവലപ്ഡ് ആയി. ഇനിയിപ്പോൾ അവിടെ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് സൗത്തിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ റൈറ്റ് ടൈമാണ്.